പറ്റൂല. എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഉരുകി കയ്യിൻ്റെ ഇടയിൽ കൂടെ പോകണ മാതിരി നമ്മൾ ഓരോ ബോഡി എടുക്കുമ്പോഴും നമ്മളെ കയ്യിലത് നിൽക്കുന്നത്. ബോഡിയും കാര്യങ്ങളൊക്കെ ഈ അഴുകിയ ബോഡിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തുറന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അതെല്ലാം ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മോർച്ചറിയുടെ അവസ്ഥ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 250 ഗ്രാം മുതൽ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ തൂക്കി വാങ്ങുന്നത്. അതുപോലത്തെ പാർട്സൽ നമ്മൾ ഈ കയ്യിൽ വെച്ചിട്ട് കൊണ്ടിട്ട് നമ്മളിപ്പോൾ മറവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതേപോലത്തെ 3 ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. 3 ഞങ്ങൾ ഈ കൈ കൊണ്ടാണ് ഞങ്ങൾ എടുത്തിട്ട് അത് അവിടുന്ന് കഫൻ ചെയ്ത് വേറെ തുണി മാറ്റി 3 തുണിയിൽ പൊതിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഔദ്യോഗികമായിട്ട് നമുക്ക് എല്ലാം ഒന്നിച്ച് നമുക്ക് കത്തിച്ച് കളയണം. പക്ഷെ അതിൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, വേറെ ഏതെങ്കിലും മതക്കാരായിക്കോട്ടെ. അപ്പോൾ നമുക്ക് കത്തിക്കലൊക്കെ നമ്മളത് എങ്ങനെയാണെന്നുള്ള അറിയാമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരേപോലെ കുഴികളെടുത്ത് എല്ലാവരും മറവ് ചെയ്യുന്ന പോലെ നമ്മൾ മറവ് ചെയ്ത് എല്ലാം വൃത്തിക്ക് ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ലാതെ എല്ലാം ചെയ്തിട്ട് നമ്മൾ 500 ഗ്രാം മുതൽ 1 കിലോ 2 കിലോ 3 കിലോ അങ്ങനത്തെ ഓരോ പാർട്സലാണ് കിട്ടുന്നതും നമ്മൾ കൊണ്ടുപോയി വെക്കുന്നതും നമ്മൾ അതേപോലെ തിരിച്ചെടുക്കുന്നതും തുറന്ന് കാണിച്ചു കൊടുക്കുന്നതൊക്കെ അങ്ങനത്തെ സാധനങ്ങളാണ്. ഇത് മാത്രമുള്ളൂ മനുഷ്യർക്ക് ആയിട്ടുള്ളത്, വേറെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് ഞങ്ങൾ കൊടുത്തതിലുണ്ട് 3 250 ഗ്രാമേ വരുള്ളൂ. അങ്ങനത്തെ 3 ഞങ്ങൾ ഇന്ന് പാക്ക് ചെയ്ത് കൊടുത്തു. ടോട്ടൽ 27 ആയിരുന്നു. അതിൽ 23 പാർട്സ് 24 പാർട്സും 3 ബോഡിയാണ്. അത് ഞങ്ങൾ കൊടുത്തതിലൊക്കെ ഫുള്ള് ഇതാണ്. പിന്നെ കാൽപാദം കുടല്, ഈ തലച്ചോറിന് ഈ ഭാഗം മാത്രം, ഇതൊക്കെ ഞങ്ങൾ കൈകൊണ്ട് ഈ 7 ദിവസം ഞങ്ങൾ കൈകൊണ്ട് തൊട്ടുകൊണ്ട് നടക്കുക. ഇപ്പോഴും അറപ്പ് വെറുക്കുന്നൊന്നും കണ്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഏത് സമയത്തും എന്ന് വെച്ചാൽ നമ്മളെ അയൽവാസിയായാലും നമ്മളെ കൂടെ പറഞ്ഞ മാതിരിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ മോർച്ചറിൻ്റെ പുറത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങളെ ഉള്ളിൽ നിൽക്കുന്ന എല്ലാവരും ഒരു ചോരയാണ്, ഒറ്റ ചോര. അവിടെ രാഷ്ട്രീയമല്ല, മതങ്ങളില്ല, ഒന്നുമില്ല. നീ മുറിച്ചാൽ ചോര വരും, ഞാൻ മുറിച്ചാൽ ചോര വരും. പക്ഷെ ഞങ്ങൾ മോർച്ചറിയുടെ ഉള്ളിൽ കയറിയില്ല. അതുപോലെ അത്രേ നമുക്ക് പറയാനുള്ളൂ. അവിടുത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ്. എവിടെയാണ് വീട് ശരിക്കും പറഞ്ഞാൽ? ചൂരന്മല അല്ലേ? ഈ ഒരു ഇതുണ്ടാകുമ്പോൾ, ഈ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ എവിടെയായിരുന്നു? ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. വേറെ ഞാൻ ഡ്രൈവറാണ്. ഞാൻ വേറൊരു വണ്ടിയിൽ ഓട്ടം പോയതായിരുന്നു. പക്ഷെ എന്നോട് പഠിച്ച പണി 18 എൻ്റെ ഉമ്മ പറഞ്ഞിരുന്നു, പോകേണ്ട, മഴ കൂടുതലാണ്, എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരും ഇല്ലാതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ്. പക്ഷെ അന്ന് രാവിലെ നമുക്ക് ഒരുപാട് വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുഴയിൽ. അങ്ങനെ അതൊക്കെ ഇത് മറികടന്നിട്ടാണ് ഞാൻ പോയത്. എൻ്റെ ഉമ്മാൻ്റെ ബാക്കി ധിക്കരിച്ച് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ പോയി സാധനം നോക്കി കിട്ടിയില്ല. പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. അങ്ങനെ പോകാൻ വേണ്ടി ഞങ്ങൾ പാലക്കാട് വന്നു. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പാലക്കാട് എത്തി. നല്ല മഴയാണ്, നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ, ശക്തമായിട്ടുള്ള മഴ. അങ്ങനെ മുതലാളി പറഞ്ഞ് നമുക്കിവിടെ റൂം എടുത്ത് നിൽക്കാം, നാളെ രാവിലെ അവരെ വിളിച്ച് പറഞ്ഞ് നമുക്ക് നാളെ രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ സമയം നോക്കുമ്പോൾ 12:30 അങ്ങനെ 12:45 കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ എന്നെ 1:45 മുതലാളി വിളിച്ചു. ഇതാടാ ഇതേപോലെ നമ്മളെ നാട്ടിൽ ഉരുള് പൊട്ടിയിട്ടുണ്ട്, എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് അറിയില്ലാന്ന്. അപ്പോൾ ഞങ്ങളെടുത്ത റൂമിൽ TV ഉണ്ട്. അപ്പോൾ അങ്ങനെ TV-യിൽ ഞങ്ങൾ വെച്ച് നോക്കുമ്പോൾ വയനാട്ടിൽ വൻ ഉരുൾപൊട്ടലാണ്. പിന്നെ ആളെ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരെ ഉമ്മാനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മാക്ക് സംസാരിക്കാൻ ഭയങ്കര കാര്യത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മുതലാളി പറഞ്ഞു, നമുക്ക് ഈ സംഭവം, ഈ സാധനം ലോഡല്ലേ, നമുക്ക് വേറെ വണ്ടി എപ്പോഴെങ്കിലും വന്നെടുക്കുക, അല്ലെങ്കിൽ വേറെ വണ്ടി ഏൽപ്പിക്കാം, നമുക്ക് നേരെ നാട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വന്ന് ഞാൻ വീട്ടിൽ അവിടെ എത്തുമ്പോൾ 11 മണിയായി. അപ്പോഴത്തേക്കും എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പഞ്ചായത്തിൽ അവിടെ ഒരു ചർച്ചിൽ അങ്ങോട്ട് മാറ്റി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ വന്നതിന് ശേഷം അവിടെ പോയി ഞാൻ ഇതുവരെ എൻ്റെ നാട് ഞാൻ കാണാൻ പോയിട്ടില്ല. എനിക്ക് എൻ്റെ പഴയ നാട് ഇഷ്ടം. എനിക്ക് ഈ പുതിയ നാട് ഇപ്പം ഉണ്ടായ ആ ഒരു അനുഭവത്തിൽ മനസ്സ് കല്ലാണ്. നമുക്ക് എപ്പോഴും ഇതിനോടാണ് പഴയ നാട്. നല്ല പച്ചപ്പ്, മരുഭൂമിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുഭൂമി എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ അത്രയും കല്ലും മണ്ണും, നമ്മൾ അവിടെയുള്ള ഓരോ ജീവൻ്റെ മേലെ അത്രയും വലിയ കല്ല് വന്ന് വീഴുമ്പോഴുള്ള ഒരു അവസ്ഥ നമ്മൾ കിടക്കുമ്പോൾ വരെ ആലോചിച്ച് പോവാണ്. ഞാൻ ഈ നടന്നിട്ടുള്ള ദിവസം മുതൽ ഈ നേരം വരെ ഞാൻ മോർച്ചറിയിലായിരുന്നു. എത്ര ബോഡി വരെ ഇതുവരെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് 80% ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഉറ്റവരും സുഹൃത്തുക്കളും വരും, നമ്മൾക്ക് ചോദിക്കും, നമ്മൾ പറയും. നമ്മൾ 3 വട്ടം 4 വട്ടം ഈ ബോഡിയും കാര്യങ്ങളൊക്കെ, ഈ അഴുകിയ ബോഡിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ
തുറന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അതെല്ലാം ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുവരെ എത്ര ബോഡി വന്നു? ഇതുവരെ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഒരു 180 ബോഡി നമ്മൾ ഇവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാലിയാർ ഭാഗത്തുണ്ട് ഞങ്ങൾക്ക് വരില്ല, അത് വേറെ സെക്ഷനാണ്. നമ്മൾ ചൂരൻമല പിന്നെ മുണ്ടക്കൈ ഭാഗത്തുനിന്ന് പൊട്ടുന്ന ബോഡികൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ആ ബോഡികൾ മാത്രമുള്ളൂ. നമുക്ക് കറക്റ്റ് കണക്കറിയില്ല, ചില പാർട്സ് എത്ര ഉണ്ട്, അങ്ങനെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ. ഏകദേശം ഒരു എത്ര ബോഡി ഇപ്പോൾ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തെന്ന് അറിയോ? ഏകദേശം നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു നമ്മളെ ഇവിടെ തന്നെ നമുക്കൊരു 180 നമ്മൾ ഇവിടുന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്ന് വന്നത് സെപ്പറേറ്റ് വേറെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഒരു 80% നമ്മൾ ഇവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ ഐഡൻറ്റിഫൈ ഇന്ന് വന്നതും നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുന്നേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പറ്റൂല. എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഉരുകി കയ്യിൻ്റെ ഇടയിൽ കൂടെ പോകണ മാതിരി നമ്മൾ ഓരോ ബോഡി എടുക്കുന്നതും നമ്മളെ കയ്യിലത് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ 7 ദിവസമായില്ലേ, ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. ആ സ്കൂളിൻ്റെ അങ്ങോട്ടുള്ള റോഡിലാണോ അദ്ദേഹത്തിൻ്റെ വീട്? അതെ, ഞങ്ങളവിടെ തറവാടാണ്. അതിലെൻ്റെ ഞങ്ങൾ ഒരു കഴിഞ്ഞ പുത്തുമല ഉരുൾപൊട്ടൽ ഞങ്ങൾ വാടകയ്ക്ക് മാറിയതാണ്. എൻ്റെ ഉമ്മാൻ്റെ തറവാടാണ്. അതിൽ ഉമ്മാൻ്റെ ആങ്ങളുടെ മക്കൾ വേറെ ബാക്കിൽ തന്നെ വീട് കെട്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഈ മുന്നത്തെ വീട്ടിൽ അവരാക്കിയതാണ്. പക്ഷേ എന്താ പറയുക, നമ്മളൊരു നിമിത്തം പോലെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറി. പക്ഷെ അവർ കുടുങ്ങിപ്പോയി. എന്നിട്ട് അവരെ പിറ്റേ ദിവസം രാവിലെയാണ് മാറ്റിയത്. അവർ ബോധം കണ്ട് 3 മണിക്ക് വിളിച്ചിട്ടാണ് അവർ കാര്യം. 1 മണിക്ക് വിളിച്ചിട്ട് കരയാണ്. ഞങ്ങളെ രക്ഷിക്കണോ ഒന്നാം തന്നെ ഫുള്ള് മുകളിലെ വെള്ളം കയറി. ഞങ്ങൾ പോയി, ഞാൻ ചാടിപ്പോയി, എൻ്റെ കാലൊക്കെ മുറിയാന്നില്ല. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു? ഞാൻ ഫുള്ളവിടെ ഞാൻ ഏകദേശം അവിടുത്തെ ചുറമണി ആൾക്കാരെ വട കെട്ടിയിട്ട് ഞങ്ങൾ ഏകദേശം ആൾക്കാരൊക്കെ രക്ഷിച്ചു. നമ്മുടെ നാട് വടം കെട്ടിയിട്ട് ഏകദേശം കുറച്ച് ചൂർമ ആൾക്കാർ രക്ഷിച്ചു. അപ്പോൾ 3ാമത്തെ പൊട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല. ഞാനൊക്കെ വിരുന്ന് ചാടിക്കുന്നത് ഫുള്ള് ഇതൊക്കെ ഫുള്ള് ചലിയിലൊക്കെ ആക്സിഡന്റ് ആയിട്ട് എനിക്ക് ആകെ ഒരു മാസമായിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും 14 സ്റ്റിച്ച് കിടക്കുന്നുണ്ട്. ഇതുവരെ മാറിയിട്ടില്ല. ഇതൊന്നും വക വരുത്താതാണ് ഞാനിപ്പോഴും മോർച്ചറിക്ക് നിൽക്കുന്നത്. നമ്മൾ ഉറ്റവർ ഒരു നഖം ആ നഖം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ നഖം കൊണ്ടുപോയി മറവ് ചെയ്യുന്നവരെ ഞങ്ങൾ അതുവരെ ഞങ്ങൾ മോർച്ചറിയിലുണ്ടാവും. ഇവിടെ ഈ ആനശല്യം ഉണ്ടെന്ന് പറയുന്നത്? ആനശല്യം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ മഴ പെയ്യുന്നതിന് മുന്നേ ഒരുപാട് ആനശല്യം ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് ആനശല്യം എന്ന് പറഞ്ഞാൽ ഈ ആനകൾ നിൽക്കുന്നതിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് നമുക്കിത് പൊട്ടി വന്നിട്ടുള്ളത്. വന്യമൃഗശല്യം ഒരുപാടുള്ള സ്ഥലങ്ങളാണ്. ഈ ആന നമ്മളെ മെയിൻ റോഡിൽ ഇറങ്ങിയിട്ടും ഒരുപാട് ആദിവാസികൾ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരുപാട് ആദിവാസികൾ മരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മേപ്പാടി, അത് നിങ്ങൾക്കൊക്കെ അറിയാം, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഈ മേപ്പാടി കടൂരിൽ നിന്ന് ഒരു ഇക്കാന് രാവിലെ 6 മണിക്ക് ജോലിക്ക് പോകുമ്പോൾ ആന ചവിട്ടിക്കൊന്നത് അറിയാം. പിന്നെ അതേപോലെ ഈ ടെൻറ്റിൽ നിന്നിട്ട് ഒരു റേഡിനെ, അതൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി നമുക്ക് അതേപോലെ വന്യമൃഗങ്ങളുടെ ശല്യം ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അവിടെ വളർത്തുമൃഗങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അവർക്കുള്ള ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ വന്യമൃഗങ്ങളായിട്ടുള്ള ഒരു ശല്യങ്ങളോ കാര്യങ്ങളോ ഇല്ല. അവർ ചത്തുകൂടാ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ ഒരുപാട് ഉള്ള നാടാണ്. അത് നമുക്ക് പിന്നെ എന്ന് വരും, ഇനിയിപ്പോൾ ഇന്ന് വരും നാളെ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒന്നാകെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എൻ്റെ സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഏട്ടൻ്റെ സ്ഥാനമാണ് അവർ. 7 പേരുണ്ട് അവർ. 7 പേരിൽ രണ്ടാളെ കിട്ടി. 5 പേര് ഇപ്പോഴും മണ്ണിൻ്റെ അടിയിലാണ്. കുട്ടികളുണ്ട്. 2 പിഞ്ച് കുട്ടികൾ പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന മക്കളാണ്. എൻ്റെ മോളെ മൂത്തതാണ്. എന്നാലും ആ സ്കൂളിൽ പഠിക്കുന്ന ഉണ്ണിസാറിനൊക്കെ അറിയാം. ഉണ്ണികൃഷ്ണ സാറ് എന്നെ പഠിപ്പിച്ച മാഷാണ്. എനിക്ക് 32 വയസ്സായി. ഞാൻ ആ പഠിക്കുന്ന സമയം മുതലേ അവർ ആ സാറ് മാഷ അവിടെ ഉണ്ട്. ആ മാഷിൻ്റെ കരച്ചിൽ സംസാരം കേട്ട് കഴിഞ്ഞിട്ട് നമ്മളെ കണ്ണ് അറിയാതെ നമ്മളെന്നെ കരഞ്ഞു പോകും. അങ്ങനത്തെ ഒരു വാക്കാണ് സാറ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ദുരന്തമാണ് നമുക്കുണ്ടായത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മക്കളെ ഉറ്റവർ കൂടെ ഇനിയും മണ്ണിൻ്റെ അടിയിലുണ്ട്. അതിനെന്തെങ്കിലുമൊക്കെ ഒരു കുറച്ചും കൂടിയും നീട്ടി കിട്ടിയിട്ട് അവർ തരാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിർത്താതെ ഓരോ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു. പിന്നെ അതേപോലെ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വീടിൻ്റെ എന്തൊരു സംവിധാനം
ആയി കിട്ടുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു. ഈ എന്താണ് ഗവൺമെന്റിനോട് പറയാനുള്ളത്? എന്തെങ്കിലും ഗവൺമെന്റിനോട് പറയാന്ന് പറഞ്ഞാൽ ഇനി ഗവൺമെന്റ് ആണല്ലോ എല്ലാം തീരുമാനിക്കണം. താമസിക്കണം. ഇനിയും ഗവൺമെന്റ് ആണല്ലോ എല്ലാം തീരുമാനിക്കണം. നമ്മൾ വന്നത് നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഫണ്ട് കാര്യം ഗവൺമെന്റിന്റെ ഇതിലാണ് കയറുന്നത്. കഴിഞ്ഞ പ്രളയത്തില് ഈ പിണറായി വിജയന്റെ സമയത്തില് കഴിഞ്ഞ ഇതിൽ നിന്ന് കുറെ ഫണ്ട് കുത്തുമല പൊട്ടിയപ്പോൾ കുറേ ഫണ്ടും കാര്യമൊക്കെ കയറിയത്. ഇതെന്താക്കി മൂപ്പർ ഈ സർക്കാരിൻ്റെ ഇത് വെച്ചാൽ കുറേ ഇപ്പം നമ്മൾ പര വെച്ച് തരാം, പൈസ ഇത്തരത്തിൽ തരാമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല. ഇതൊന്ന് SSFന്റെ ടീമും പിന്നെ കുറേ മലബാർ ചൊല്ലി സ്പോൺസർ അവർ ചെയ്തിട്ടാണ് ഇവിടെ ഈ മേപ്പാടി ഭാഗത്ത് പര വെച്ച് കൊടുത്തത്. ഈ സർക്കാരിൻ്റെ കിറ്റ് ഇപ്പോൾ ഈ വരുന്ന കിറ്റൊക്കെ സർക്കാർ അവർ ഗുഡൗണിൽ ആക്കാക്കി വെക്കാണ്. അപ്പോൾ ഇത് ആൾക്കാർക്ക് എത്തുന്നില്ല. ഇപ്പോൾ നമ്മൾ എല്ലാം നോക്കി നല്ല ഭക്ഷണ കാര്യം എടുത്ത് ഞങ്ങൾ മാർച്ചിൽ നിൽക്കുന്ന ആൾക്കാർ ഭക്ഷണക്കാരൊക്കെ അവിടെ എത്തിച്ചു ഇന്നലെ രാവിലെ മുതൽ ഞങ്ങൾക്ക് മിഞ്ഞാന്ന് രാവിലെ വൈകിട്ട് ന്യൂസിൽ പറഞ്ഞു. ന്യൂസിൽ എന്താ പറഞ്ഞതെന്നറിയാം, പിന്നെ അവിടെയുള്ള കുട്ടികളൊക്കെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആരും ഫുഡ് കൊടുക്കണ്ട, ഞങ്ങൾ കളക്ടറേറ്റിൽ നിന്ന് വന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കൊടുക്കാന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നലെ വൈകിട്ട് 1 മണിക്ക് ഞങ്ങൾക്ക് വന്ന ന്യൂസ് എന്താണെന്നറിയാം, ഇല്ല അവിടെ വണ്ടിയിൽ നോക്കി ഞങ്ങൾ വൈകിട്ട് വന്ന് പറഞ്ഞത് എന്താണെന്നറിയാം, ഇവിടെ ഒരാൾക്ക് ഫുഡ് കിട്ടുന്നില്ല, കുടിക്കാൻ വെള്ളമില്ല, ഫുഡ് കിട്ടുന്നില്ല, കുടിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല. പിന്നെ മാധ്യമപ്രവർത്തകരും ഇവരൊക്കെ ഞങ്ങളൊക്കെ അവസ്ഥ നിലയിലാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് വീഡിയോ വന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് വോയിസ് വന്നത്. എന്നിട്ട് ഞാൻ മോർച്ചറിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റി ഞാൻ ഫുഡുകൾ എന്താ മൂപ്പരെ പോകില്ല. അപ്പോൾ പിന്നെ അവിടുന്ന് ഞങ്ങൾ അവിടുന്ന് അപ്പം തന്നെ ഇറങ്ങിയിട്ട് നേരെ പോയി ഞങ്ങൾ ഇവിടുന്ന് BJPൻ്റെ ഹാളിൽ നിന്ന് അവിടുന്ന് എല്ലായിടത്തു നിന്നും വാട്ടർ ഇതൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും മേട്ടുപ്പാളയം കോയമ്പത്തൂരിൽ നിന്ന് ഒരു 4 ടീം വന്നിട്ട് അവർ 4 ചെമ്പ് ചോറ് അവർ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നത്. ചെമ്പ് പൊട്ടിക്കാത്തത് ഇവിടെ കൊണ്ടുവന്ന് ചൂടോടെ ഞങ്ങൾ അവിടെയുള്ള NDRFനും സൈന്യത്തിനും അവിടെയുള്ള മിക്ക ആൾക്കാർക്കും കൊടുത്തു. എല്ലാവർക്കും വൈകുന്നേരം വരെ കൊടുത്തു. ബാക്കിയുള്ളത് നമ്മൾ നടന്നേരെ കുറച്ച് ഇപ്പുറത്ത് കുറച്ച് പാടികളുണ്ട്, അതിലൊക്കെ പുള്ളി ഹിന്ദിക്കാരാണ്. ബാക്കിയുള്ള ഫുഡ് അവിടെ കൊണ്ട് കൊടുത്തു. ഒരുപാട് ഹിന്ദിക്കാർ പോയെന്ന് പറഞ്ഞേ. ഹിന്ദിക്കാർ വന്നിട്ട് നമുക്ക് ഇപ്പോൾ അത് എന്താണ് പൊട്ടി വന്നപ്പോൾ ഉണ്ടക്കായലെന്ന് കുറേ ആൾക്കാരുണ്ട്, ഈ ബംഗാളീസ്. അവർക്കിപ്പോൾ ഏകദേശം 2 പാടി നമുക്ക് കിട്ടും. ഒന്ന് റിപ്പോർട്ടിൻ്റെ മറ്റേ ഡോക്ടർ. എത്ര ഡോക്ടർ? അത് പിന്നെ അവര് ടൂർ വന്നതാണ്. അതിലൊരു ഡോക്ടറും പിന്നെ നമുക്ക് അവിടെ ഒരു പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഭായിന്റെ ഒരു അമ്മനും അവരെ കിട്ടിയിട്ടുള്ളൂ. ഡോക്ടറിനെ പിന്നെ ഒഡീഷക്കാരനാണ് ഡോക്ടർ. പുള്ളിക്കാരൻ അവര് ആംബുലൻസിൽ വന്നിട്ട് അവർ കൊണ്ടുപോയി. മറ്റേ അവരെ ഇവിടെ നമ്മൾ പൊതു ശ്മശാനത്തിൽ നമ്മൾ ദയിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഞങ്ങളാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മുതൽ നമുക്ക് മനുഷ്യന്റെ ഇത് പഴകി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത്. ആ സ്മെല്ലിലാണ് ഞങ്ങൾ 7 ദിവസം രാവും പകരും. ആകെ ഉറങ്ങിയത് 2 മണിക്കൂറാണ് ഈ ഒരാഴ്ചയിൽ. ബാക്കിയുള്ള ഫുൾ ടൈം ഞാൻ മോർച്ചറിന്റെ മുന്നിലാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വന്നാലും എന്നെ വിളിക്കുക. എൻ്റെ പേര് ഷാഹിദാണ്. അവർക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ആൾക്കാർ നാദാപുരത്തിൽ ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവർ വിളിച്ചു. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇതാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്കെന്ന് പറയാൻ എനിക്കെന്നല്ല, നമ്മൾ അവിടെ വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് എല്ലാവർക്കും ഒരുപോലെ. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ സംഘടനക്കാരെ ഇത് വെച്ച് കൊടുക്കുന്ന മാതിരിയല്ല ഗവൺമെൻറ്റിന് വെച്ച് കൊടുക്കുന്നത്. ചിലപ്പോൾ കുട്ടികൾ മാത്രം ഉണ്ടാവും, ചിലപ്പോൾ ഭാര്യ മാത്രം ഉണ്ടാവും, ഭർത്താവ് മരിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഭർത്താവ് ഉണ്ടാവില്ല, ഭാര്യ മരിച്ചിട്ടുണ്ടാവും, 2 കുട്ടികളുണ്ടാവും. നമ്മൾ ഈ ക്യാമ്പ് ഒരു പരിമിതിയാണ്. ക്യാമ്പ് എപ്പോഴാണ് ഒഴിവായി പോകാന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങൾ നാളെ ക്യാമ്പിന് ഒഴിവായി പോയിക്കോളി എന്ന് പറയുമ്പോൾ ഈ വീടില്ലാത്ത ആൾക്കാർ എവിടെ പോകും? അപ്പോൾ അതിനുള്ളത് സർക്കാർ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തരണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്ത് തരുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കതാ പറയുള്ളത്. ഞങ്ങൾ മാടേക്കാണ്, ഞങ്ങൾ തറവാടും കാര്യങ്ങളൊക്കെ പോയതാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു റൂമായാലും ഒരു മുറിയായാലും സർക്കാർ ചെയ്തു തരണം. ഒറ്റ മുറി മതി നമുക്ക്. 1, 2, 2 നില വേണം, 3 നില വേണം, നമുക്കൊന്നും പറ്റില്ല. നമുക്ക് ഇതേപോലെ പേടിക്കാതെ കഴിയാനുള്ളൊരു ബോച്ചെ ഒരുപാട് പേർക്ക് വസ്തു കൊടുക്കാന്ന് പറഞ്ഞു. ബോച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലം മാത്രമേ ഉള്ളൂ. വീട് നമ്മൾ ഈ പണിയും കാര്യങ്ങളും. മോഹൻലാൽ 3 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞു. മോഹൻലാൽ അത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം അടക്കം വീടടക്കം വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവര് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ഥലം കൊടുക്കാം, 100 പേർക്ക് വീട് വെക്കാം. നമ്മൾ 100 പേർക്ക് സ്ഥലം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ആ വീട് വെച്ച് അതിൽ കയറി താമസിക്കുന്ന എത്ര ഉണ്ടാവും, എത്ര സമയമാണ്, എത്ര പൈസ ചെലവാണ്.
അപ്പോൾ നമുക്ക് അതൊന്നും വേണ്ട. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് അവരൊരു വീട് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ച വീട് ഏതെങ്കിലും ഒന്ന് അവർ സെറ്റാക്കിയിട്ട് ഇതാ പിന്നെ വീട് നിങ്ങൾക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്ഥലം നമ്മൾ വാങ്ങി അവർ തന്ന് പിന്നെ വീട് വെക്കണം, നമുക്ക് അതിൻ്റെ പകുതി പൈസ വരുള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരം. അപ്പോൾ എന്തായാലും ഈ കാണുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എല്ലാവരും ഉള്ളത്. ഇതുപോലെ ഒരുപാട് ക്യാമ്പുകളില്ലേ, ഒരുപാട് ക്യാമ്പുകളുണ്ട്. കൽപ്പറ്റ D4 എന്ന് പറഞ്ഞ ക്യാമ്പിലാണ്. അപ്പോൾ ഒരുപാട് പേര് ഈ ക്യാമ്പുകളിലാണ്. അപ്പോൾ ഇനിയും ഇവർക്കിനി ഒരു വീട് വേണം. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത്. കേരള ജനത എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ എന്തായാലും കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട്. നേതാക്കന്മാരൊക്കെ വന്നിട്ട് പോകുന്നതിനെ പറ്റി എന്താണ്? നമുക്ക് നേതാക്കന്മാർ വന്നിട്ട് നമുക്ക് എല്ലാവരും ഒരുപോലെയാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ആരൊക്കെയാണ് ഇവിടെ മോർച്ചറികൾ? എനിക്ക് ഞാൻ ഈ മോർച്ചറിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് വന്നത് രമേശ് ചെന്നിത്തല സാറാണ്. പക്ഷെ പുള്ളി അവർ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് അപ്പോഴും നമ്മൾ ഈ കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊറോണ സമയത്ത് തന്നെ കിറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ വന്ന് മാസ്കൊക്കെ ഇട്ടിട്ട് സാറിനകത്ത് നമസ്കാരം പറഞ്ഞ് നമ്മളെല്ലാ ബോഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മൾ ആനി രാജ മാഡം വന്ന്, പിന്നെ നമ്മളിപ്പോൾ പഴയ MP ഉണ്ടായിരുന്നു CPM-ൻ്റെ, എന്താ മൂപ്പര് പേരൊന്നും എനിക്കറിയില്ല, മൂപ്പര് വന്ന് ശശീന്ദ്രൻ അവർ വന്ന് അവരെല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും കാണിച്ചു കൊടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി സാറ് വന്ന്, പ്രിയങ്ക ഗാന്ധി മാഡം വന്ന്, മോഹൻലാൽ അവരെല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, നമ്മളെ കേരളം ഭരിക്കണ മുഖ്യമന്ത്രിമാരുണ്ട്, അതിൻ്റെ താഴെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർ വന്നിട്ട് ഈ ഹെലികോപ്റ്ററിൽ പോയി നോക്കുന്നല്ലാതെ കാലിൽ ചളിയാവാതെയും ഇസ്തിരിട്ട ഡ്രസ്സ് ചുളുങ്ങാതെ നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ സാധാരണക്കാരുണ്ടല്ലോ, ഈ മണ്ണിൻ്റെ അടിയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? ഇല്ല. അത് തരാൻ വേണ്ടിയിട്ട് ഒരു നാടും വിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അവരൊക്കെ ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമാധാന വാക്ക് പറയാൻ നമ്മളിപ്പോൾ ഉള്ള സർക്കാർ വന്നിട്ട്. ഹെലികോപ്റ്ററിൽ പോയി ആരാന്നാ പറഞ്ഞത്? ഹെലികോപ്റ്ററിൽ നമുക്കിപ്പോൾ ഇവിടെയുള്ള മുഖ്യമന്ത്രി പിന്നെ നമ്മൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാലും ആരായാലും ശരി അവിടെ ഇറങ്ങി അവിടെയുള്ള ആൾക്കാർക്ക് ചോദിക്കണം ഇവിടെ എന്തൊക്കെയാണ് സംഭവം, എല്ലാവരും ചോദിക്കണം. എന്താ ഈ ക്യാമ്പ് ഇവിടെ മൊത്തത്തിൽ ക്യാമ്പാണ്, മോർച്ചറിയാണ്. എല്ലാവരും വന്നല്ലോ, അതുപോലെ എല്ലാവർക്കും വരാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ സാധാരണക്കാരനാണ്. ഇപ്പോൾ അംബാനി വന്നു, ഇപ്പോൾ ബോച്ചെ വന്നു. ബോച്ച എവിടെ ഉള്ള ആളാണ്, ഇവിടെ സംഭവിച്ചത് കൊണ്ട് ബോച്ച സർവ്വസാധാരണ ഒരാളാണ് അല്ലേ? നമ്മളെ കൂടെയുള്ള സർവ്വസാധാരണമായിട്ടുള്ള ഒരാളാണ് ബോച്ച. അവരെല്ലാവരും വന്ന് നമ്മുടെ നന്ദിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേപോലെ ഇവിടെ ഇപ്പോഴും വരാത്ത ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മുഖ്യമന്ത്രിയാണ്. ഇതുവരെ നമ്മൾ മോർച്ചറിൻ്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിയ സ്ഥലത്തേക്കോ വന്നിട്ടില്ല. ഹെലികോപ്റ്ററിൽ വന്ന് കണ്ടിട്ടേ പറ്റുള്ളൂ. ഇതുവരെ നമ്മൾ ഈ അവിടേക്കോ അല്ലെങ്കിൽ ഈ ക്യാമ്പുകളിൽ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് നമുക്കുള്ള ഒരു പ്രതികരണം. ഉമ്മൻചാണ്ടി സാറാണ് ആ പ്രളയത്തിൽ ഫസ്റ്റ് പൊട്ടിയപ്പോ മൂപ്പറിന്റെ മുണ്ട് ഇങ്ങനെ കൂട്ടി ചളി കൂടെ നടന്നു. ഇത് മൂപ്പർ വന്നപ്പോ എങ്ങനെ അറിയോ, പ്രളയ വിജയം പറയുമ്പോ മാറ്റ് കൂടെയാണ് മൂപ്പർ നടന്നു പോകുന്നത്. ഞങ്ങൾ ഡയറക്റ്റ് കാണാൻ അന്നൊക്കെ ക്യാമ്പുകാരൊക്കെ ഇല്ലേ, കൂടുതലൊന്നും പറയാനില്ല. ഇതിൽ കൂടുതൽ എന്താണെന്നറിയോ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രാവിലെ നേരം വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭീകരവാദിയാവും, നമുക്ക് തൂക്കിക്കൊല്ലാനുള്ള വിധി വരും, അല്ലെങ്കിൽ നമ്മൾ തുറങ്ങിലടിക്കാനുള്ളത് വരും. പക്ഷെ പറയാനുള്ള കാര്യം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നാളെ ഉൾഗ്രാമമാണ്, കുറച്ച് ആൾക്കാരേ ഉള്ളൂ, കുറച്ച് ജീവനേ ഉള്ളൂ. അതിലൊരുപാട് പോയി ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കാനുള്ള ഒരു കഴിവും കൂടി നമ്മൾ ജയിപ്പിച്ച് വിടുന്ന എല്ലാ ആൾക്കാർക്കും വേണം. അതാണ് നമ്മൾ പറയാനുള്ളത്. വേറെ ഒന്നും നമുക്കിതിൽ പറയാം.